വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ദിവസത്തെ ലോങ് വീഡിയോയ്ക്ക് ശേഷം നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ചെന്നൈയിലേക്കാണ് പോണത്. അപ്പോൾ ഒരു ട്രാവൽ വീഡിയോ ആണ്. അത് നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ബിഗ് ബോസ് കാണാനാണ് കേട്ടോ. അപ്പോൾ ഇതേ ഏട്ടനിതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു വന്നു. അപ്പോൾ അതിനിടയിൽ അവിടെ ഒരു വലിയ സംഭവം ഉണ്ട് കേട്ടോ. മണിക്കൂറിനാണ് ഇവിടെ തൃശ്ശൂർ പാർക്കിംഗ് ഫീ ഇപ്പം അടുത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ആയത്. അപ്പോൾ ഒരു ഹറി ബറി ആയിട്ടായിരുന്നു. ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്നു. നേരെ എന്തായാലും നമ്മൾ കുറച്ച് ഹറിബറി ആയെങ്കിൽ കൂടെ ട്രെയിൻ കറക്റ്റ് സമയത്ത് നമ്മളവിടെ എത്തി. ഓടിപ്പടഞ്ഞ് കയറേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. ഇതേ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. നമ്മൾ 3 ടയർ AC ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഒരു ആളുകളൊന്നും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കയറിയതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ഒരു ബർത്തിൽ ആളൊക്കെ വന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഡിന്നർ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പെസറട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ കട്ട് ഫ്രൂട്ട്സ് കൊടുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൂടെ ഉള്ളവരായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നു. നമ്മൾ കിടന്നുറങ്ങി. അന്നത്തെ ദിവസം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ക്യൂരിയോസിറ്റി, എന്താ പറയുക, ഞാനാണ് കേട്ടോ ഗൈസ് കട്ടപ്രാന്തുള്ള ആൾ ബിഗ് ബോസിൻ്റെ. അപ്പോൾ സമയം ഇങ്ങനെ പോവാത്ത പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നത്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ രാവിലെ ആയിട്ടോ. രാവിലെ ആയത് ഞാൻ പറഞ്ഞില്ല, എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാന്ന് അറിയില്ല, എനിക്കൊരു 1 മണി കഴിഞ്ഞപ്പോൾ ഉറക്കമൊന്നും വന്നിട്ടില്ല. ഞാൻ ഏട്ടനെയും വിളിച്ചുണർത്തി. ഇതേ എല്ലാവരും ചെന്നൈ വരെ ലാസ്റ്റ് എൻഡാണ് ട്രെയിന്. അപ്പോൾ എല്ലാവരും ചെന്നൈയിലേക്കുള്ളവരാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്രഷ് ആവണം. നമ്മളിവിടെ എത്തിയത് ഒരു 6:30 ആകുമ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഏട്ടൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത്. ട്രെയിൻ ഇങ്ങനെ എൻഡ് ആവുന്നൊരു സ്ഥലമില്ലേ. അപ്പോൾ നമ്മുടെ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഭാഗമാണല്ലേ. നമുക്ക് ചെന്നൈ തന്നെ കാണുമ്പോൾ ഈ ഒരു ഫോട്ടോ ആണല്ലോ നമ്മുടെ മനസ്സിൽ വരാറ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് റെയിൽവേയിൽ തന്നെ നല്ലൊരു ലോഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ എടുക്കുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ A to B അടയാർ ആനന്ദ ഭവനിൽ നിന്നാണ് കഴിച്ചത്. റെയിൽവേയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഭയങ്കര തിരക്കാണ്, സെൽഫ് സർവീസാണ്, നമ്മൾ നിന്നിട്ട് തന്നെ കഴിക്കണം. അപ്പോൾ മസാല ദോശ, വട അടിപൊളിയായിരിക്കുള്ളൂ, പറയേണ്ട കാര്യമില്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ റെയിൽവേയുടെ എക്സിക്യൂട്ടീവ് ലോഞ്ചാണ്. പ്രീമിയം സെറ്റപ്പാണ്. പക്ഷേ എമൗണ്ട് കുറച്ച് കൂടുതലാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നല്ല ഹൈജീനാണ്. നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ഒന്നല്ല കേട്ടോ. കാരണം മണിക്കൂറിനാണ് ഇവിടെ പൈസ. അപ്പോൾ കുറച്ച് നമ്മൾ ഹൈജീനൊക്കെ നോക്കുക എന്നുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെടുത്തത് ഫ്രഷപ്പാണ്. അപ്പോൾ അതിലുണ്ടായിരുന്നതാണ് കോഫി. അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചിരുന്നു. ഈ സോഫയിൽ ഇരിക്കാനൊക്കെ ഒരു പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടൻ ഫ്രഷായി. ഞാൻ ഫ്രഷായതൊന്നും വീഡിയോ എടുത്തില്ല, കാരണം നമുക്ക് തിരക്കാണ് കേട്ടോ. ഞങ്ങൾ നേരത്തെ എത്തിയാലും ഊബർ നമുക്ക് പണി തന്നു. ഊബർ കുറച്ച് മുമ്പ് തന്നെ നമ്മൾ വിളിക്കേണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ അവർ വരുന്നില്ല. അപ്പോൾ ഒരു 1/2 മണിക്കൂർ പോയി. അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനാവാൻ തുടങ്ങി. 9:30 അവിടെ എത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു 9:30 ആവുമ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് ഊബർ വന്നത് തന്നെ. ലാസ്റ്റ് എങ്ങനെയൊക്കെയാ ചേട്ടൻ നമ്മളതിനെ അവിടെ എത്തിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വെയിൽസ് ഗ്രൂപ്പിൻ്റെ ഒരു എൻട്രൻസ് ആണ്. പിന്നെ ഈ സന്തോഷ ഫിലിം സിറ്റി, ഇതിനെ EVP ഫിലിം സിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ നെയിമൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് തോന്നുന്നു, അറിയില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. കാരണം നമ്മൾ ഫോട്ടോയിലും റീൽസിലൊക്കെ അല്ലേ ഇതിങ്ങനെ കണ്ടിട്ടുള്ളൂ എല്ലാവരും ബിഗ് ബോസ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ സീസൺ 1 മുതൽ ബിഗ് ബോസ് കാണുന്ന ഒരാളാണ്. എനിക്കൊരു കോമണറായിട്ടെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഞാൻ പോവും, കാരണം എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോകുമ്പോഴേ എൻ്റെ മനസ്സിൽ എവിടെയാണ് ബിഗ് ബോസ് വീട്, ഏട്ടാ അതാണോ ഇതാണോ എന്നൊക്കെ. അപ്പോൾ ഗൈസ്, ഇതിൽ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം എന്താ പറയുക ബിഗ് ബോസ് ഏട്ടനാണ് കേട്ടോ. അതായത് ആളാണ് നമുക്കിത് തന്നിട്ടത്. അതാരാ എന്താണെന്നൊന്നും എനിക്ക് ആൾക്കതൊരു പ്രൈവസിയുടെ ഭാഗമായിട്ടത് തന്നെ റിവീൽ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ഇതാണ് ഗൈസ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനാണ് ആ ബിഗ് ബോസിൻ്റെ സൗണ്ടിൻ്റെ ഉടമ കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, എനിക്ക് അതിങ്ങനെ കൂടുതലായിട്ട് നിങ്ങളോട് പറയാൻ പാടില്ല, നമ്മളാളെ ബുദ്ധിമുട്ടിക്കരുതല്ലോ. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ ബിഗ് ബോസ് വീട് എവിടെയെന്നാണ് ഞാൻ ആളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ പേരും അതൊക്കെ ഒന്ന് കൊടുക്കണം. നമ്മുടെ ബാഗ് ഫോണൊക്കെ മേടിച്ച് വയ്ക്കും അവർ, കാരണം അതവരുടെ റൂൾസ് ആണല്ലോ. അപ്പോൾ
എന്താ പറയുക, ഉച്ചയ്ക്ക് നമുക്ക് ഫോണൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് ഫുഡും ബ്രേക്ക്ഫാസ്റ്റും ടീ സ്നാക്സൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ചോറ്, ചിക്കൻ കറി, തക്കാളി ചോറ്, ഉപ്പേരി, സാമ്പാർ, പരിപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്കിന് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ എവിക്റ്റായ കണ്ടസ്റ്റൻസിനെ കയറ്റുന്ന കാരവനാണ്. അതിൻ്റെ കുറച്ചപ്പുറത്ത് നമ്മുടെ ലാലേട്ടൻ്റെ കാരവൻ ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നമുക്ക് പോകാനുള്ള ഒരു എൻട്രി ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ചപ്പുറത്ത് നമ്മുടെ ബിഗ് ബോസിൽ അനീഷും അനുമോളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ. അങ്ങനെ 2 എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് നമുക്ക് ചായയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ നമ്മുടെ ഇല്ലം പിടിക്കാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മുടെ ഷോയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു രക്ഷയില്ല ഗൈസ്. എൻ്റെ ജീവിതത്തിൽ ഇനി ഇത്രയും നേരം ലാലേട്ടനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. കാരണം അങ്ങനെ ചന്താണ് ഗൈസ് ആൾ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ. എന്തൊരു ഭംഗിയാണെന്ന് അറിയാം മനുഷ്യനെ കാണാൻ. നമ്മൾ ഭംഗി കൂടുതലാണ് ഗൈസ് സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ. പിന്നെ ആളുടെ ഒരു എന്താ പറയുക, ഞാൻ കൂടുതൽ ലാലേട്ടനെയായിരുന്നു കേട്ടോ നോക്കിയിരുന്നിരുന്നത്. പിന്നെ നമുക്ക് ഫോണും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്, കാരണം അത് അവരുടെ റൂൾസിന് അഗെയിൻസ്റ്റ് ആണ്. നമ്മളിങ്ങനെ എവിക്റ്റ് ആയത് ആരാന്നൊന്നും റിവീൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ അവരോട് ചെയ്യുന്നൊരു തെറ്റല്ല. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് നമ്മൾ ഊബർ പണി തന്നു. വീണ്ടും നമ്മൾ ടാക്സി ഷെയറൊക്കെ വിട്ട് വിളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നല്ല പട്ടാമ്പി കോങ്ങാടുള്ള ഒരു അടിപൊളി ഫാമിലീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവർ അടിപൊളിയായിരുന്നു. നല്ല ചില്ല് ചെയ്തിട്ട് ഞങ്ങൾ വന്നത് ഇവരാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.